രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ മട്ടാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയ കേസിൽ തുടർ അറസ്റ്റുകളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ആദ്യ അറസ്റ്റിന് പിന്നാലെ 61 ലക്ഷം രൂപ തട്ടിയ ഡൽഹിയിലെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരം കിട്ടിയെന്ന പോലീസ്. തട്ടിപ്പുകാരുടെ ഭീഷണിയെ തുടർന്ന് പരാതിക്കാരിയും കുടുംബവും 1 മാസമായി വെർച്വൽ അറസ്റ്റിലാണെന്ന ധാരണയിലായിരുന്നു. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ മട്ടാഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള വീട്ടമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നും 2,88,00,000 രൂപ തട്ടിച്ച കേസിൽ മുഖ്യ പ്രതികളിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പോലീസിന്റെ വലയിലായിരുന്നു. മട്ടാഞ്ചേരി പോലീസ് സംഘം മഹാരാഷ്ട്രയിലെത്തി അതിസാഹസികമായിട്ടാണ് പ്രതിയെ പിടികൂടിയത്. സന്തോഷ് എന്നായിരുന്നു ഇയാളുടെ പേര്. ഇയാളെ കൊച്ചിയിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് തട്ടിച്ച പണത്തിൽ 51 ലക്ഷം രൂപ ഇയാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തിയത്. മാ ദുർഗ സൊസൈറ്റി എന്നാണ് ആ സൊസൈറ്റിയുടെ പേരെന്നും പോലീസ് സംഘം വ്യക്തമാക്കുകയുണ്ടായി. ഇയാളായിരുന്നു ആ സൊസൈറ്റിയുടെ സിഗ്നേച്ചറിംഗ് അതോറിറ്റിയൊക്കെ തന്നെ. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു. ഇതോടൊപ്പമാണ് മറ്റു ചില സുപ്രധാന വിവരങ്ങൾ കൂടി പോലീസിന് മുന്നിലേക്ക് വരുന്നത്. അതായത് 61 ലക്ഷം രൂപ എത്തിയ ഡൽഹി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡൽഹി, രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നതാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. വലിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്നും പോലീസ് സംഘം വ്യക്തമാക്കുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യ അറസ്റ്റ്, അതായത് ഈ സന്തോഷിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അങ്ങനെ ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം. ഇതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ കൂടി പോലീസ് സംഘം ഇവിടേക്ക് പോകാൻ പോവുകയാണ്, ഉത്തരേന്ത്യയിലേക്ക് പോകാൻ പോവുകയാണ്. ഉത്തരേന്ത്യയിലേക്ക് പോലീസ് സംഘം എത്തി കൂടുതൽ അറസ്റ്റിനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എന്തായാലും ഇയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യവും പോലീസ് സംഘം ഇപ്പോൾ അറിയിക്കുകയാണ്. നിലവിലെ ഇദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യൽ യാതൊരുവിധ സഹകരണവും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം അത് നിലവിൽ ഈ ഒരു ഒഫൻസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരിക്കലും അവർ സമ്മതിക്കില്ല. നമ്മളിത് കൂടുതലും നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റ്സും മറ്റ് എവിഡൻസും മറ്റും കളക്ട് ചെയ്തിട്ടാണ് നമുക്കിതിലേക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ വീഡിയോ കോൾ ചെയ്യുകയും അങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള സഹായം ചെയ്തിരിക്കുന്ന ആളുകൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ആളുകളെയാണ് നമുക്കിതിലേക്ക് കൂടുതലായിട്ട് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. ഈ പരാതിക്കാരോട് ആ സമയത്ത് ഇവർ ഈ ഫ്രോഡ് നടന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പേരുകളാണെന്നുള്ളൂ. ഇതൊന്നും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നും അറസ്റ്റ് ഒഴിവാക്കാൻ പണം അടയ്ക്കണം എന്നതുമായിരുന്നു തട്ടിപ്പുകാർ ഈ പറയുന്ന വീട്ടമ്മയോടും ഭർത്താവിനോടും പറഞ്ഞത്. അങ്ങനെയാണ് ഈ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് അരങ്ങേറിയത്. അതിൽ കോടതിയെയും അതോടൊപ്പം തന്നെ സാക്ഷിയും ഒക്കെ വ്യാജമായി ക്രമീകരിച്ച് സെറ്റിട്ട് ആണ് അവർ ഈ തട്ടിപ്പിനുള്ള കളം ഒരുക്കിയത്. അങ്ങനെ അതിൽ വിശ്വസിച്ചാണ് ഇവർ പണം കൈമാറിയത്. ഏകദേശം 12 തവണകളിലായാണ് ഇത്രയധികം രൂപ കൊടുത്തത്. അങ്ങനെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുകയാണെന്നും പണം തിരികെ അക്കൗണ്ടിലേക്ക് വരുമെന്നും ഇവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തട്ടിപ്പ് സംഘം പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതോടൊപ്പം ഒരു കാര്യവും കൂടി പറഞ്ഞു, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി PCC വാങ്ങിക്കോളൂ, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കോളൂ, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞു. അതിൽ വിശ്വസിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇതൊരു വലിയ തട്ടിപ്പായിരുന്നു നടന്നതെന്നും തങ്ങൾ വഞ്ചിതരാകുകയായിരുന്നു എന്നും ഇവർ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് SHO തന്നെ വിശദീകരിക്കുന്നത് കേൾക്കാം. പരാതിക്ക് വേണ്ടി വന്നതല്ല ശരിക്കും ഇവരിവിടെ അവരെ ആ സമയത്തും അവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് PCC മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ വന്നത്. അവരൊരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല ശരിക്കും. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്കപ്പോഴും നമ്മളെ വിശ്വാസം വന്നിട്ടില്ല. അവർക്കപ്പോഴും ആ ഫ്രോഡ് നടത്തുന്ന ആളുകളിലാണ് വിശ്വാസം. അവർക്ക് വീണ്ടും ആ പൈസ അവർ തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ അവർ ഇരുന്നിരുന്നത്. അങ്ങനെയാണ് അവർ ഇത്ര എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. ഇവർ ആണെങ്കിൽ അവിടെ ഒരു യൂണിഫോം ഇട്ടിരിക്കുന്ന ആളെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥ SI അതെടുത്ത് നോക്കിയപ്പോഴേക്കും അപ്പുറത്ത് ആ യൂണിഫോം ഇട്ടിരിക്കുന്ന ആളപ്പോഴേക്കും ആ വീഡിയോ കോൾ കട്ട് ചെയ്തു. അപ്പോഴാണ് അവർ എന്തിനാണ് ഇവിടെ വന്നത്. അതെ രാത്രി കിടക്കുമ്പോൾ പോലും അവരെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് അവരുടെ അനുവാദം മേടിച്ചുകൊണ്ടിട്ടാണ് ശരിക്കും ഇവർ രാത്രി കിടന്നുറങ്ങുന്നത് പോലും. യഥാർത്ഥത്തിൽ 1 മാസത്തോളം ഇവർ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വെർച്വൽ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബാങ്ക് ജീവനക്കാരനായിരുന്നു.
തട്ടിപ്പിനുപയോഗിച്ച അക്കൗണ്ടുകളിൽ ചിലത് പോലീസ് സംഘം ഇതിനോടകം മരവിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയാണ് ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഇത്രയധികം രൂപ, അതായത് ഈ പരാതിക്കാരിൽ നിന്നും ഭർത്താവിൽ നിന്നും തട്ടിച്ച ഇത്രയധികം രൂപ പോയ വഴികൾ, ആ വഴികൾ കൂടി പോലീസ് സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അറസ്റ്റിലായിട്ടുള്ള സന്തോഷിന്റെ ഫോൺ കോൾ രേഖകൾ ഉൾപ്പെടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം ഈ സന്തോഷിനെതിരെ മുൻപ് മറ്റ് കേസുകൾ ഏതെങ്കിലും ഉണ്ടോ, തട്ടിപ്പ് കേസുകളുണ്ടോ എന്നും അന്വേഷിക്കുകയാണ്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.